തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും കേരളത്തിലെത്തിക്കൊണ്ടിരുന്ന ചെണ്ടുമല്ലി ഇപ്പോൾ തൊടുപുഴയിലുമുണ്ട്. മലമുകളിൽ പൂപ്പാടമൊരുക്കുന്ന അനൂപിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനൂപ് ചെണ്ടുമല്ലി കൃഷി ചെയ്യാറുണ്ട്. ഉറവപ്പാറയിലെ തൻ്റെ ഫാം റിസോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിലാണ് അനൂപ് പൂപ്പാടമൊരുക്കിയത്. നമ്മുടെ പത്മ വില്ലേജ് ഫാം റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നമ്മൾ ഇവിടെ ബന്ദി പൂക്കൾ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രാവശ്യവും നമ്മൾ കൃഷി ചെയ്തു. അത് മഴ കാരണം സ്വല്പം താമസിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓണമായപ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം ചിങ്ങമാസത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ നിറച്ച് പൂവായിരുന്നു. ഈ പ്രാവശ്യം അത് മഴ കാരണം കുറച്ച് ലേറ്റായെങ്കിലും ഇപ്പോൾ ഒരുവിധം പൂവായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ തൊടുപുഴക്കാർക്ക് ഇനി ബന്ദിപ്പൂ അല്ലെങ്കിൽ ചെണ്ടുമല്ലി കാണുന്നതിന് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് സന്ദർശിക്കാം. അതോടൊപ്പം നമ്മുടെ ഫാം റിസോർട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടുന്ന് ആളുകൾ കാണാൻ വേണ്ടി കൃഷി കാണാൻ വേണ്ടി വരുന്നുണ്ടോ? ഒത്തിരി ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. അവരുടെ ആവശ്യപ്രകാരമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യവും ഇത് കൃഷി ചെയ്തത്. ഇനിയും ആളുകൾ വരാൻ താല്പര്യമായിട്ട് ഒത്തിരി പേര് ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്, വരുന്നുമുണ്ട്. ഈ കാഴ്ചകൾക്കൊപ്പം ഒരു പൂപ്പാടവും കൂടിയാകുമ്പോൾ സംഗതി കളറാകും. സഞ്ചാരികളുടെ സന്തോഷമാണ് പൂക്കൃഷിക്ക് പ്രചോദനമായതെന്ന് അനൂപ് പറയുന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് അനൂപ്. പ്രകൃതിയുടെ സൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന ഈ പ്രദേശം വികസനത്തിന് സാധ്യതകളാണ് നൽകുന്നത്. മഴയും മഞ്ഞും ഇടുക്കിക്കാർക്ക് പുതിയ അനുഭവമല്ലെങ്കിലും ഈ കാഴ്ച ആരെയും ആകർഷിക്കുന്നതാണ്. ETV ഭാരത്, ഇടുക്കി.